അതാ ഓട്ടോച്ച പടച്ചോനെ ഒന്ന് സൂം ചെയ്തിട്ടാലോ അതെന്താ വരാത്തെ നമ്മള് നേരെ എങ്ങോട്ടാ പോവാ നേരെ റൈറ്റിക്കാണ് എന്താ കാട്ടുക പടച്ചോനെ കിട്ടി ആദ്യമായിട്ടേക്കല്ലടാ ഇങ്ങനെ ഒരു വ്ളോഗ് വണ്ടി ഇങ്ങനെ പടച്ചോനെ എഞ്ചിനൊക്കെ എടുത്താണ് തുറക്കണത് എഞ്ചിനെ തുറക്കല്ലേ മാവാ ഇതൊരു കാര്യം ആലോചിക്കണം വണ്ടിനെ പറ്റി ഒരു ABCD അറിയാത്തോലെ നമ്മളുണ്ടാവും ആ വണ്ടിയാണ് കഴിച്ചാൽ നമ്മള് ഈ ഒരു വഴി കൂടെ എടുക്കണത് അത് മക്കളെ അവനാൻ്റെതായിട്ട് സ്വന്തം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഈ എന്താ പറയുക ഈ പെയിന്റ് അടിക്കണ ബ്രഷും പിന്നെ അതേപോലെ തന്നെ മുറ്റടിക്കണ ചൂലും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഭണ്ടാരക്കെട്ടുകളൊക്കെ പിടിച്ച് നമ്മൾ എങ്ങോട്ടാ പോണ് നിങ്ങൾ ഉണ്ടാവും. എങ്ങോട്ടാ അമ്മ? എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മളെ പുതിയ വണ്ടി കഴിക്കാൻ പോകുക. അതെ ഗൈസ്, നമ്മളെ പുതിയ വണ്ടി കഴിക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് നമുക്ക് വല്ല സർവീസ് സെന്ററിൽ കൊടുത്താൽ പോരെയെന്ന്. പോരാ, നമ്മളെ വണ്ടി നമ്മൾ കഴിക്കണം. ആ, ഇത് ഗൈസ് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് തന്നെയാണ് അല്ലേ? അതാണ് നമുക്ക് എന്തെങ്കിലും ഒരു പണി കാണാം. നമ്മൾ കഴിച്ച് ഇത് രാവിലെ വിചാരിച്ചാണ്, പക്ഷേ എങ്കിൽ രാവിലെ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആക്കി മിണ്ടല്ലടി വൈകുന്നേരം ആക്കി. എന്നാ പോവല്ലേ? ആ, സ്കൂട്ടി മേലല്ലോ ഗൈസ്, ഞാനാണ് ഇന്ന് മുന്നല്ല വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഞാനാണ്. വേണ്ടിയൊക്കെ എടുക്കാം. ആ എടാ വാട, അത്ര വിട്ടുകല്ലേ. ഇതുകൊണ്ടാ ഇതില്ലേ അത്യാവശ്യം തുണികളില്ലേ, ഞാൻ അവിടെ ഇങ്ങോട്ട് വരാൻ പറയരുത് കേട്ടോ. ആ, ആദ്യം എന്താ പറയണെന്നൊരു സ്ഥിരതല്ല അമ്മക്ക്. അന്നാ ഇടുക്കി ഇറങ്ങിക്കോളി. എന്തേലും ഒന്ന് ഉറപ്പിച്ചു അമ്മ. എടുത്തു, എന്നാ ഞാൻ ഇറങ്ങിക്കോളി. ഇതൊക്കെ ഞാൻ പിടിച്ചോണ്ട് കഴിച്ച് നമ്മളെ വണ്ടി നമ്മളെ റോട്ടുമേലല്ല കുറച്ച് മാറ്റി അപ്പുറത്തെ പെരക്കാട് ചോദിച്ചില്ലേ നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട്. പെരക്കാട് കഴിച്ച് നമ്മൾ ഇന്നലെ ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ അവിടെ നിർത്തിക്കോളി ഇന്ന്. എന്നാലും മോശമാണ് കഴിച്ച് നമ്മൾ ഒരാളെ പെരൻ്റെ മുറ്റത്ത് നമ്മളെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യണത്. ഫസ്റ്റത്തെ 2 ദിവസം ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലേ അമ്മ? പിന്നെ ആരായാലും എവിടെ നമ്മളെ വരണ്ട റോഡിൽ നിർത്താൻ പറ്റുമോ? റോട്ടിൽ ആരും നിർത്താം അല്ലേ? റോട്ടിൽ വണ്ടി എടുത്തിന് എന്താ, ഇത് നമ്മള് ടൗണൊന്നും അല്ലല്ലോ. വലിയ വണ്ടി ഉണ്ടെങ്കിൽ വന്നാലും അപ്പോഴും നമ്മുടെ ആളില്ലെങ്കിൽ കുടുങ്ങിയത് ഇല്ലേ. അപ്പം അമ്മ വണ്ടി പോയിട്ടൊന്ന് ഇതായി കൊടുക്കേണ്ടി വരും. എടാ, മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ അറിയോ, നമ്മൾ പോണ വഴിക്ക് വേറെ വണ്ടികൾ ഉണ്ടാവരുത് അവിടെ എത്താം. എന്നാ ഒരു കുഴപ്പമില്ല. നേരെ റോഡാണെങ്കിൽ കഴിച്ച് നമ്മൾ കുറേ ദൂരം ആണെങ്കിലും പോകും. എനിക്ക് അവിടുത്തെ വൈകി എനിക്ക് അറിയില്ല കേട്ടോ, അത് എടുക്കന്നെ. പിന്നെ കഴിച്ച് നമ്മളെന്താ അറിയോ, ഒന്നും അറിയില്ല നമ്മൾ ബാക്കിലേക്ക് എഴുതി എല്ലാം അറിയും വിചാരിച്ച് നമ്മൾ മുൻകൂട്ടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ അറിഞ്ഞാണ്ട് ഒന്നും നടക്കൂല. ഇമ്മ എന്തൊക്കെ പറയട്, എല്ലാം അറിയും വിചാരിച്ചിട്ട് നമ്മൾ പോണം. അതല്ലേ പറഞ്ഞ എല്ലാ പണിക്ക് അറിയാൻ ചെയ്താൽ ശരിയാവൂല. ശരിയാകണം. അതിന് വേണ്ടിട്ട് നമ്മള് ഇറങ്ങും. ആ, അലുമ്മതിൽപ്പെട്ട ആളല്ലേ ഞങ്ങളെ ബ്ലോഗിന്റെ ഇടയിൽ. നമ്മളെ വണ്ടി നിക്കണ നോക്ക്, വെള്ളം കണ്ടിട്ട് ഏകദേശം 2-3 കൊല്ലത്തിന്റെ അടുത്തായി കാണൂല്ലേ അമ്മ? ഏതാലേ അല്ല ഗൈസ്, നമ്മളെ വണ്ടിക്ക് ഡിക്കി ഉണ്ട്. എന്നാ നമ്മളെ ടൂൾസ് ഒക്കെ ഇത് കിട്ടോളി. ഇടി പിന്നെ ഡിക്കി വെറുതെ കാഴ്ചക്ക് കാണാൻ വെച്ചിക്ക. ആ എല്ലാം കേട്ടോ ഗൈസ്, നമുക്ക് ക്ഷീണിക്കുമ്പോ കുടിക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിത്തെ വെള്ളം തന്നെ എടുത്തു കേട്ടോ. എന്നിട്ടും ആണോ ഓരോ അമ്മയോട് ഞാൻ സമാധാനം പറയാന്. ഇത് പറഞ്ഞാൽ നമ്മള് മാത്രം നമുക്ക് എന്ത് പറ്റിയാലും നമുക്കൊരു പ്രശ്നമില്ലല്ലോ. ആ, ഓട്ടോയിൽ പഠിച്ചിട്ട് നമ്മളെല്ലാരും കൊണ്ടുപോകും. എന്നാടാ ഇജ് ബാക്കിൽ നിന്ന് റിവേഴ്സ് നോക്ക്. ആ ഇമ്മമ്മേ ഉള്ളിൽ അടിക്കല്ലേ. നമ്മള് ഓട്ടോയിൽ അതായത് ഡോറൊക്കെ തുറക്കാൻ വേണ്ടി ഇമ്മാനി ഇമ്മമാനി പഠിപ്പിച്ചിരിക്കണം ആദ്യം. കയറി ഇരിക്കൂലേ അമ്മ? ആ കണ്ണാടി പറഞ്ഞാനി അതിങ്ങനെ അലോ നീക്കിക്കളി. അറിഞ്ഞില്ലേ? ഇല്ല, ഇത് നീക്കാൻ പറ്റൂല, അതിനാണ് ഇത് നീക്കിക്കണ്. വണ്ടി എടുക്കാണ് നോക്കട്ടോ.
പഠിച്ചോടേ കാക്കണേ. മമ്മ പോയാലോ? ഇല്ലേ അനു അവിടെ ഒന്ന് നോക്കട്ടെ. അത് വണ്ടി സ്റ്റാർട്ടാ നോക്കട്ടെ. സ്റ്റാർട്ടായി. ഓല് മാറിന്നോളും. ഓല വണ്ടി വിട്ടട്ടെ, നമ്മളെ വണ്ടി വിട്ടാ. എങ്ങനെയുണ്ട് മമ്മ? പിടിച്ചാനായോ? വണ്ടികൾ വരുന്നില്ലല്ലോ അമ്മ. ഓക്കെ കേറി. ഗൈസ് എങ്ങനെയുണ്ട് റിവേഴ്സ് എടുത്തതില്ലേ? എവിടെ ഈക്കോയോ? ഇത് നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി എടുത്താ. എന്താ ഈക്കോക്കെ നമ്മൾ വലുതായിട്ട് എടുക്കും. ആദ്യം ഹോട്ടലിൽ പഠിച്ചട്ടെ. ഇതിപ്പോ ന്യൂട്രലല്ലോ അല്ലല്ലേ? അല്ല ഇതിപ്പോ ഗിയറല്ലേ? ഇനി ഗൈസ് ഫസ്റ്റ് ഇട്ടിട്ട് നമ്മളിപ്പോ എന്റെ അവിടെ എത്തുമ്പോ ഇറങ്ങണം. അതായത് താഴത്തെ കേരളത്തിൽ ഇറങ്ങിക്കോടി. ആ മമ്മ പോവാട്ടോ. അല്ല വണ്ടി ഒന്നും അനങ്ങാത്തെ. ഇതാരാ ഹാൻഡ് ബ്രേക്ക് കിട്ടി? അന്നെയാണല്ലോ. ഞാൻ വന്നീനെ പാടാ ഓട്ടാന്. പോലേ? അല്ല സ്കൂട്ടിക്കാരും പാടൊന്ന് പോട്ടെ. റോട്ടിൽ നിന്ന് കയറിപ്പോടാ. റോട്ടിൽ നിന്ന് കയറിപ്പോ. അല്ല അല്ലല്ല ഓല് നമ്മള് പിന്നെ വണ്ടിയല്ലേ റോഡിൽ കൂടെ പോണ്ടിയത് അല്ലെ? ആൾക്കാരാ പേരിന് വേണമെങ്കിൽ ഒരു ഓൺ അടിച്ചു കൊടുക്കുക ഗൈസ്. മാറിക്കോളി മാറിക്കോളി. അല്ലെങ്കിൽ പരിക്കുകൾ കുറെ പറ്റൂ. ഇമ്മമ്മി ഇമ്മി ഗൈസ് ഒപ്പം തൊഴിലുറപ്പിന് നടന്ന ആൾക്കാരാണിത്. ഇത് സെക്കൻഡിലല്ലേടാ? ഞാൻ കേട്ടല്ലേ നമുക്ക് തിരിച്ചില്ല. തിരിച്ച് എങ്ങോട്ട് തിരിച്ചു? നമ്മള് നോക്ക് എന്നെ പോണേ. പ്രൊഫഷണൽ ഡ്രൈവർ ആയി തോന്നുന്നു. തേങ്ങണ്ടിയാണ് കൈയും കാലും മറച്ചിട്ടായി പോണത്. ഓട്ടാൻ അറിയാതെ വണ്ടി എടുക്കലേ നമ്മളീ മാണ് സമ്മതിക്കാൻ. നമുക്ക് പതുക്കറിയാം. ഗെയിമിലല്ലാതെ കഴിച്ച് നമ്മള് നേരെ ചോദ്യം ഓട്ടിയിട്ടില്ല. എടാ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഇറങ്ങണോ? അതാ ഓട്ടോനെ സൂം ചെയ്തിട്ടാലോ? അതെന്താ വരാത്തെ? നമ്മള് നേരെ എങ്ങോട്ടാ പോവാ? നേരെ റൈറ്റിക്കാണ്. എന്താ കാട്ടുക? അതന്നെ. എടാ എന്താ കാട്ടുക? ഇത് നേരെ എടുക്ക്. പോയിക്കോ. ഇതിലെ അങ്ങനെ മെല്ലെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയിക്കോ. മിണ്ടല്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ. നമുക്ക് ആക്കും പോലെ എടുക്കാം. ഇനി അടിച്ചോ ഇനി അടിച്ചോ. ഓടിച്ചോ നല്ല ഓടിച്ചെടുത്തോ. അതല്ലേ. ഓക്കെ ഓക്കെ. വടച്ചോനെ കിട്ടി. ആകെ നോക്കി. ഞാൻ ആകെ പേടിച്ചെങ്ങേ. ഞാൻ എന്ത് കാട്ടിയതല്ലേ? അജി ഇനി ഇറങ്ങിക്കോ. ഞാൻ അവിടെ ഫ്രണ്ട് പോയിന്നോ. ഓ എന്താ ഉണ്ടായത്? അവിടെ നേരെ പോയിക്കോടാ. അവിടെ പോയിന്നോ? കിട്ടൂലടാ. ഒന്നുപാടെ അടുപ്പിച്ചേക്കണം. നമുക്ക് എങ്ങോട്ട് കേറുക? അങ്ങോട്ട് കയറ്റണോ? ഓക്കെ തൈ കുഴപ്പമില്ല. തൈ നമുക്ക് അവിടെ കയറ്റണോ? പിന്നെ നമുക്ക് എടുക്കാൻ പണിയാവോ? ചിലപ്പേ അല്ലെങ്കിലേ അങ്ങോട്ട് നിർത്തേണ്ടിടാ. അല്ലെങ്കിൽ പിന്നെ ചളിയാവാ. പൂന്തോ? എന്നാ പിന്നെ അങ്ങോട്ട് എടുക്കാം. വെറുതെ നമ്മള് റിസ്ക് എടുക്കണേ. ഇനി ഫ്രണ്ട് കിട്ടുമോ? വേണ്ട വേണ്ട. പിന്നെ പ്രീവിയസ് ഗിയർ എന്തിനാ കൂടെ? പൊടിക്കെടുക്കാം. മതിയോ?
വേണം വേണ്ടെങ്കിൽ ഇവിടെ മതിയോ അടച്ചോനെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചില്ലേ ഞാൻ തുറക്കാം ആ തുറന്നാണി തുറക്കാടി നോക്കട്ടെ ആ ആദ്യം നമുക്കുള്ള പണി എന്താ അറിയോ ഇതിനുള്ളിലത്തെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയേക്കാം നമ്മളെ പെരൻ്റെ അങ്ങോട്ട് വെക്കാം ഡിക്കി തുറക്കല്ലേ ആ കിടക്കുക നമുക്ക് എടുത്തോ കയ്യിലെടുത്തോ സെറ്റായില്ലേ സെറ്റായി പോകുന്നില്ലേ ശീലമായ മതി കുഴപ്പമില്ല കഴിച്ച് ഇത് കണ്ടെങ്കിൽ ആ മരം ഇങ്ങോട്ട് വരണേ ഈ വലിയ മരം ഉണ്ടാവുന്നുണ്ട് എല്ലാം ഉണ്ടാവുന്നുണ്ട് എടാ സീറ്റ് അയച്ചണോ സീറ്റ് അയച്ചാ വെള്ളം ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാക്കാൻ നോക്കാം കാർപ്പറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഉള്ളിൽ കൂടെ വല്ല പാരണ്ട ഉള്ളിൽ കൂടെ നമുക്ക് തുടച്ചു നോക്കാം അല്ലേ എന്നിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങാതെ അല്ലേ അവിടെ ബാറ്ററി വരുന്നുണ്ടോ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് ആ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 10ന്റെ സ്പാനർ കിട്ടണം അതിനെ ബാറ്ററി സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി നമുക്ക് വെള്ളത്തിൻ്റെ പേടിയും പേടിച്ചണ്ട അത് കുഴപ്പമില്ല എടുക്കണ്ട നമുക്ക് ഉള്ളിലടാ തുടക്കാം അതാവും നല്ലത് തുടച്ചെടുക്കാം ഞാൻ ആ സീറ്റൊക്കെ ഒന്ന് കഴിച്ച് പുറത്തേക്ക് എടുക്കട്ടെ വേടാ അതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യുമല്ലോ എന്താ സുഖല്ലേ അല്ല അത് കൊടുക്കണ്ടോ ആ കൊടുക്കാം രണ്ടും കൊടുക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളമാക്കരുതേ നമുക്ക് തുടച്ചിട്ട് ആക്കാം ആദ്യം എവിടെ നിന്ന് തുടങ്ങുക ആദ്യം മേലെ ആദ്യം നമ്മൾ മോളിൽ നിന്ന് തുടങ്ങാം അതിന് ഉള്ളടിച്ച് കഴിഞ്ഞിട്ട് മോളിൽ നിന്ന് തുടങ്ങി മോളൊക്കെ ഇവിടെയൊക്കെ കൈ കഴിഞ്ഞിട്ട് അപ്പം ഈ വെള്ളം ഇതിക്കാവുമല്ലോ അപ്പം ആ ഇതിൻ്റെ മുകളിലത്തെ ചെളിയും കൂടി ഇതിക്കാവും. എന്താ അമ്മ നമ്മളെ വണ്ടിൻ്റെ പേര്? ഇതെന്താണ് നോമിനിയോ? ഓമിനി ഗൈസ്, ഇതാണ് പുതിയ മോഡൽ നോമിനി വണ്ടി. ഓമിനിയില്ലേ ഓമിനിയാണ് ഗൈസ്. നീ പറഞ്ഞു പഠിച്ചണം. എന്നാ വെള്ളം മുക്കി വെച്ചോ. ഇത് ഗൈസ് നമ്മൾ അപ്പുറത്തെ വരിയെന്ന് ഈ ബേസും പിന്നെ ബക്കറ്റും വാങ്ങിക്കണം. അവിടെ സൈഡാവാൻ നിൽക്കല്ലേ കേട്ടമ്മ. അമ്മ ഗൈസ് വെറുതെ നേക്കിലിരിക്കുകയാണ്. ഈ വെയിൽ പോണീൻ്റെ മുമ്പേ വെളിച്ചം പോണീൻ്റെ മുമ്പേ നമുക്ക് നമ്മളെ പരിപാടി ചെയ്യണം. പരിപാടി തുടങ്ങിയിട്ടും പാടല്ലേ ഗൈസ്. കുട്ടി പെട്ടെന്ന് മുക്കി പാരി. ആദ്യത്തെ വെള്ളം കേട്ടോ ഒഴിച്ചാണ്. നടന്നിക്കണം ഇവിടെ വരി ഇടുക്കി. അവിടെ ഇരിക്കും. ഉള്ളിക്കാവണില്ല ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളം. കുട്ടി അത് ഇങ്ങോട്ട് വെക്കുക. അവിടേക്ക് കാല് വെച്ചോട്ട് ഇത് പിടിച്ചാ അവിടേക്ക് വെക്കുക. അല്ലല്ല ഇവിടെ നിന്നോട് കുഴപ്പമൊന്നുമില്ല. എന്നാ വെള്ളം കഴിഞ്ഞിട്ട് അവിടേക്ക് വെക്കാം. വരെ പൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റാണില്ലേ? പൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അടിച്ചാണ്. മുക്ക മോട്ടർ അടിച്ചാലും കിട്ടൂലേ വെള്ളം അല്ലേ? മോട്ടർ ഇല്ലല്ലേ? എന്നാ വേണ്ട. ഞാൻ കോരിക്കോളെ കുട്ടികളെ ഇതിനൊന്നും അവിടേക്ക് വെക്കണം. നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു പാട്ടിയും കൊണ്ട് വരണ്ടേ? അത് വേണ്ട അത് നല്ല അല്ലേ തന്നെ വണ്ടി സ്ക്രാച്ച് ആണ്. എന്നിട്ട് പിന്നെ സ്ക്രാച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒരേ തുണി എടുക്കണേ. ആ മറ്റേ ഡ്രസ്സുകൾ തുണികളുണ്ടാവും ഉമ്മാൻ്റെ മാക്സി ഒക്കെ ഉണ്ട്. അത് എടുക്കുമ്പോ ആക്കണവിടെ ഇതവിടെ കീറി ഇതാട്ടിക്കണ്. നല്ലോണം പറഞ്ഞോട്ടല്ലേ എപ്പോഴേ അതിനെ ഉണ്ടല്ലോ ആക്കണ് വാങ്ങിയാൽ കാണാം. ഇത് മതിയമ്മ. അതിൻ്റെ കുറച്ച് കണ്ടെങ്കിൽ എടുത്തോടി. എല്ലാവർക്കും ഒരക്കാളല്ലേ.
തുടങ്ങിക്കോ. ആ നമ്മൾ ആദ്യം സോപ്പ് അടിച്ചാൻ പോവാണ്. മമ്മ നോക്കിക്കോളിട്ടോ, മറ്റേ തുരുമ്പുള്ളാണേ, കൈമ കുത്തിക്കയറാൻ നിൽക്കരുത്. പണിയെടുത്താ മതിയേ. പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് സെറ്റപ്പ് ആക്കിയല്ലേ, പുതിയ വണ്ടിയാവും. അല്ലെങ്കിൽ ഡീസൽ വാഷൊക്കെ ചെയ്യണം, അപ്പോൾ പിന്നെയും ക്ലീൻ ആവും. ഒരടക്കൊന്നും ചെളി പോയില്ല കേട്ടോ. 2-3 ഒരടച്ച് കഴിയുമ്പോൾ നല്ലോണം ഭിത്തിക്ക് നോവും അമർത്തിയോണ്ട് വെക്കും. മമ്മ മോട്ടർ എടുക്കണായിക്കോ വെക്കും. മമ്മ വയ്ക്കുമ്പോൾ ഒരേ അടക്കും. ഉമ്മമാക്ക് വയ്ക്കും പോലെ അരച്ചാൽ മതി. ബാക്കി നിങ്ങൾ അടച്ചോളി. ചെളി പോവും, മുറിയും പൊളിയൊക്കെയാണ് മാറാത്തത്. മുറിയും പൊളിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊട്ടൊന്നും തോത്തിയാൽ മാറൂല, പൊട്ടലൊക്കെ നന്നാക്കിനെ വേണം. അല്ല മമ്മ, നമുക്ക് ചെറിയ ചെറിയ ഹോട്ടലിലെ സ്ഥലത്തൊക്കെ കൊച്ചു കൊച്ചു പൂക്കളും ഒക്കെ വെച്ച് അടക്കല്ലേ, പ്രശ്നമല്ലല്ലോ. എടാ ഇവിടെ നോക്കടാ, അതിനല്ലേ തുണിക്കണം. ഗ്ലാസിന്റെ ഒരു വൃത്തി നോക്ക്. ഞാൻ വൈപ്പറും കൂടി ഉണക്കി സെറ്റ് ആവില്ലേ. ചെളി പോയാൽ തന്നെ നല്ല വൃത്തിണ്ട് കേട്ടോ. വൈപ്പർ പൗതിക്കുന്ന ക്ലീൻ ആയിക്കോളും. ചെളി പോയാൽ തന്നെ കേട്ടോ ഉമ്മമാക്ക് മാജിക്കാണ് വന്ന് കാണിച്ചു കൊടുക്കാം. അയ്യവാ ഉമ്മങ്ങോട്ട് വരി, നോക്കി മാജിക് ആയിട്ട് കാണുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ആക്കി ഇല്ല, നോക്കി വെള്ളമായപ്പോ ആണെങ്കിൽ വള്ളായപ്പോ തോണാവോ? തൊട്ടിയോ? അല്ല, ഞാൻ എവിടെയും തൊട്ടില്ല. ആ മൂലക്ക് എങ്ങനെ തുടച്ചാവോ? ഞാൻ ഇവിടെ എങ്ങനെ ഇതൊന്നും അടിപൊളിയായില്ല. ഇനി നമ്മൾ വരക്കേണ്ട ആവശ്യമില്ലല്ലോ, സെറ്റായി. മാനെ ഞാൻ ഇവിടെ ഇറക്കിയാണ്, ഞാൻ എവിടെയും തൊട്ടില്ല. ആ കുഴപ്പമില്ല, ഞാൻ ഓണാക്കിയാണ് ഇവിടെ വരി. ഓ ഇന്നെ പേടിപ്പിച്ച് കള്ളന്മാര് ഈ ചപ്പളി ഓർപ്പാൻ. ഞാനാണെങ്കിൽ എവിടെയും തൊട്ടില്ല, ഞാൻ ഇങ്ങനെ ഒരക്കാണ്. ഇജ്ജ് വരച്ച് പോയോടെ പോതിരുന്നിട്ടേ പിന്നെ ചെടിയുണ്ട്. ആ എന്നാ അമ്മ ഒഴിച്ചളി വെള്ളം. നമ്മളെ വണ്ടിയിലെ കൈസ് സ്വന്തം വണ്ടി ആകുമ്പോ നമ്മള് നല്ലോണം വൃത്തിക്ക് വരച്ചു. എടാ ഈ നാളെയും മറ്റന്നാളും ഇങ്ങനെ 2-3 ദിവസം കേൾക്കുക. അപ്പൊ പിന്നെ നല്ലോ ആയില്ല, കുട്ടി ഉണ്ടാവുള്ളൂ. ഗൈസ് അങ്ങനെ പുറത്തത്തെ പണി നമ്മൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇമ്മമ്മൊക്കെ ഗൈസ് ഇവിടെ കാര്യമായിട്ടാണ് പണി എടുത്തോണ്ടിരിക്കണത് അല്ലേ? അങ്ങനെ തന്നെ അമ്മമ്മ ഇമ്മയും ഗൈസ് പണി എടുക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് എടുക്കാൻ പറ്റുമോ? ഉള്ളത്തെ പണിയാണ്. എന്ത് അല്ല ഒന്നുമില്ല, പണി എടുക്കണേ നമ്മള് പണി എടുക്കണ്ടെന്ന് തന്നെ പറയും. പിന്നെ ഇങ്ങനെ ഇല്ല, ഉള്ളിക്ക് തുടച്ചിട്ടേനല്ലേ, ഉള്ളിൽ ഇപ്പൊ കേട്ടില്ലേ ഉള്ളൂ. ഈ തുണിയൊന്ന് പതിപ്പിച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല് കഴിച്ച് നല്ല അൽഫാമാവാണ് അല്ലേ? ഒരു ഫാൻ നമുക്ക് ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്യണല്ലേ അമ്മ? എന്ത്? ആ സീലിംഗ് ഫാൻ വെക്കാം. അത് ഈ പോന്നോ? ആ ഓക്കെ. എല്ലാവിടെ വയറുണ്ടാവില്ല. ആദ്യമായിട്ട് കേൾക്കല്ലടാ ഇങ്ങനെ ഒരു വ്ളോഗ്. വണ്ടി ഇങ്ങനെ കേൾക്കണേ പറയാൻ പറ്റില്ല. നമ്മളെ മൈത്ത ഭ്രാന്തന്മാരെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്താ ഉമ്മമാക്കൊരു ചിരി. പിന്നെ പിരാന്തന്മാരുണ്ടാവൂല, പിരാന്തന്മാർ ഇഷ്ടം പോലെ ഉണ്ടാവും. സാധാരണ അങ്ങനെയല്ല അമ്മ പറയല്. നമ്മളെ മൈത്ത പിരാന്തന്മാര് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. എടാ ഇവിടെ നിന്ന് തുറക്കണേ കുഴപ്പമില്ലല്ലോ. പടച്ചോനെ എഞ്ചിനൊക്കെ എടുത്താണ് തുറക്കണത്. എഞ്ചിനൊന്നും തുറക്കല്ലേ ഇമ്മ? ആ അവിടെ തുറച്ചത് കുഴപ്പമില്ല, പക്ഷെ വെള്ളം നമുക്ക് അങ്ങോട്ട് പാഴുന്നുള്ളൂ. ഞാൻ വെള്ളം പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വെറുതെ നനച്ചാണെങ്കിൽ തുടക്കാം. ഗൈസ് അനു ഒന്ന് പോകും ഇല്ലടാ? പറയാൻ മറന്ന കാര്യം, ഞാൻ ഇന്ന് രാത്രി പോകുന്നതാണ്. എൻ്റെ അടുത്ത് ക്യാമറ കാട്ടിക്കോടാ, മൈക്ക് കിട്ടും. പറഞ്ഞോ. ഞാൻ ഇന്ന് രാത്രി പോകും. ഞാൻ പോയിട്ട്
അവർക്ക് വെള്ളം 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. വെള്ളം ഒഴിക്കാൻ പറ്റുമോ? 19 അല്ലെങ്കിൽ 20 തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തും. ഇന്ന് ഏകദേശം ഇന്ന് എത്രാം തീയതി? 16 16-ാം തീയതി അല്ലേ? 16-ാം തീയതി 19 20 ആകുമ്പോഴത്തേക്ക് എത്തും guys. അങ്ങനെ ഗൈസ് ഞങ്ങളെ ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ തന്നെ പറയാം. ഉമ്മമ്മൊക്കെ ഗൈസ് ഒരു ഭാഗത്ത് സൈഡ് ആയിക്കണ് അത് കുഴങ്ങിയിട്ട് ഇമ്മ ഗൈസ് ഇവിടെ സീറ്റ് കഴിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടോ. ഇപ്പം നിങ്ങൾ നോക്കി ഗൈസ് വണ്ടിൻ്റെ ഒരു നീറ്റ് അല്ലേ? ആ വണ്ടിൻ്റെ ഉൾഭാഗം കാണിച്ചു കൊടുത്തടാ ഗൈസ്. നമ്മളെ വണ്ടിൻ്റെ ഉൾഭാഗം നോക്കി നിങ്ങൾ കൂട്ടവനായില്ലേ. ഇനിയല്ലേ ആകെ തുരുമ്പിന്റെ അങ്ങനത്തെ കുറച്ച് നമ്മൾ ഗൈസ് അതിനുള്ളിൽ കാർപ്പറ്റ് ഇരിക്കണം അല്ലേ? സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടേ കാർപ്പറ്റ് ഇരിക്കണം. അത് നോക്കി നിങ്ങൾ ആ വാക്ക് നോക്കി. ആ വാക്കിൻ്റെ അവസ്ഥ ഒക്കെ എന്താണ്? ആകെ സീനാണ് ഇതൊക്കെ. പിന്നെ തുരുമ്പിന്റെ അതിന്റെ ഇതാണ് പെയിന്റ് പോയത് അങ്ങനത്തെ പാട്ടുകളൊക്കെ അല്ലേ. ബാക്കിയുള്ള എല്ലാ ചളിന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ വരച്ച് കീകി കളഞ്ഞു. ഉമ്മയുടെ സീറ്റ് അടിച്ചോണ്ടിരിക്കണം ഗൈസ്. ചക്രം പാടുണ്ട്. 4 മണിയാകുമ്പോൾ തുടങ്ങിയതാ കുഴങ്ങി. വണ്ടി കാണാനാ അടിപൊളി. ഒറ്റയടിക്ക് ആരെയും കാണുന്ന പുതിയ വണ്ടി തന്നെ കരുതുള്ളൂ. അത്രക്ക് ഉണ്ടോ മാമ? അല്ല ഇഞ്ച കാഴ്ചയിൽ ഇപ്പൊ ഒറ്റയടിക്ക് കാണാൻ ഞാൻ പുതിയ വണ്ടീനെ എന്താ അപ്പൊ അതിന് വേറെ എന്തോ അല്ലേന്നൊന്നും അപ്പൊ അപ്പുറത്തെ നോട്ടത്തിൽ അറിയില്ലേ. പുതിയൊരു വണ്ടി അങ്ങനെ പറയാം. നല്ല ചെടിയൊക്കെ പോയപ്പോഴേ നല്ല ഇത് കാണാൻ. പേര് വേണ്ട. പേര് നമ്മളെ പേര് തന്നെ മതിയല്ലോ. നമ്മളെ പേര് ഫസൽ ഫാമിലി. ചെറിയൊരു കുട്ടി വരെ ചോദിച്ചു നിങ്ങൾ ഫസൽ ഫാമിലി അല്ലേ? പിന്നെ ഇപ്പം നമുക്ക് എന്തായാലും പ്രത്യേകം പേര്. ഇത് വെള്ളം കഴിഞ്ഞപ്പോ ടൈറ്റ് ആയോ? ചെറുതായിട്ട് ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താ ഒരു വണ്ടിക്ക് ഡിക്കി ആയില്ലേ അല്ലേ? ഇനിയിപ്പോ എത്താ വണ്ടി നേരം കഴിച്ച് മൈരിവാങ്ക് കൊടുക്കാനായില്ലേ? നേരം വൈകി വരാനേ. നമ്മളെ പണി കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ പണിയില്ലല്ലോ. ഇപ്പൊ എടുത്ത് പോരല്ലേ ഉള്ളൂ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോകൂലേ? പിന്നെന്താ. അങ്ങനെ കഴിച്ച് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് നമ്മൾ സീറ്റ് എടുത്ത് വെക്കണല്ലേ അമ്മമ്മ? ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടോ. നമ്മളിത് ബാങ്ക് കൊടുത്ത് കഴിയുന്നതിന് മുമ്പേ നമ്മൾ അങ്ങോട്ട് എത്തും വിരാശാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റിയില്ല ഗൈസ്. അത് കേൾക്കൊന്നും വേണ്ടമ്മ. അത് പെരിക്കൊണ്ടായാൽ മതി. അത് ഇവിടുത്തെ ഒന്നുമല്ല. അതുപോലെ വെറുതെ കട്ട് ചെയ്ത് വെച്ചാണ്. വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കയറ്റണ്ട. ഒക്കെ പാട് ഒഴിവാക്കും. അത് ഡിക്കിലിട്ടാൽ മതി. ഇനിയിപ്പോൾ അതിനുള്ള വെള്ളം തന്നെ തന്നെ ചളിയാക്കണ്ട. ഇത് ഏതാടാ ഇരിക്കണീൻ്റെ? ഏതാണ് ഇത്? ഇതാണ് ഇത് ഡ്രൈവിങ്ങിന്റെ. എന്നോട് ആണ്. കാരണം ഇതൊക്കെ ഇവിടെ ഈ ഒരു ഇത് കണ്ടോ? ഈ ഒരു ഗ്യാപ്പ് കണ്ടോ? സീറ്റ് ബെൽറ്റിന്റെ സാധനമാണത്. ആണോ? അതിനില്ലല്ലോ. നോക്കട്ടെ ഗൈസ്. പൊട്ടതിരാണോ അല്ലേ നമുക്ക് അവിടെ നല്ലതിനില്ല. അവിടെ ഓട് പോയിട്ട് തുറന്നടാ. എടാ ഈ ഡോറ് അയിക്കൂടെ തുറക്കണ്ട. ഈ ഇവനെന്തിനീ ഇല്ലാത്ത വള്ളി പിടിച്ചിന്? പടച്ചടബേ എമ്മ ഒന്നും ഇവിടെ വന്നാണി. ഈ ഡോറൊന്ന് തുറന്നാണി. ഇപ്പുറത്ത് കൂടെ വരാൻ പറഞ്ഞപ്പോ നിൽക്കണ കഴിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകും നിൽക്കണേ. ഓക്കെ ഡോറൊന്ന് തുറന്നാണി. ഇതും തുറന്നിട്ട് അടഞ്ഞേ. ബെസ്റ്റ്. നല്ല ടീമിനോട് ഡോറ് തുറക്കാൻ പറഞ്ഞു. ഓനെ തുറന്നിട്ട് അടഞ്ഞു. ഏതാ പനിയായ മനെ ഞമ്മക്ക് കൊണ്ട് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി കയറുകയെന്നല്ലാതെ നമുക്ക് അതിന്റെ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ നമുക്കറിയില്ല. ആടേലെ ആ ഊളന്റെ തലമണ്ടക്കാരെ കൊടുക്കുക. അമ്മമ്മ കൊടുക്കോ ഞാൻ കൊടുക്കോ? ഓന്റെ തേങ്ങ ഇത് അപ്പുറത്തേന്. ഈ പറഞ്ഞ മാതിരിക്കന്നെ ഓന് പണ്ട് ഇതേനെ പണി. അനുവോ ഫോണ് ഞാൻ പിടിച്ചാ പിടിച്ചാൽ കുടിക്കാം. അതിനോട് വേണ്ട 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 ഞാൻ തന്നെ ആക്കിക്കൊണ്ട് അടങ്ങി അടിയിരുന്നാ മതി. അന്ന് മടക്കും ഞാൻ ഒഴിവാക്കിയിട്ടാണ്. എന്നാലേ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഡിക്കിയിൽ വെച്ചോളി. നിങ്ങളുടെ ചെരുപ്പ് ഊരി കയറിക്കോളി. അല്ലെങ്കിൽ പിന്നെ ചളിയാവൂലേ? അല്ല പിന്നെന്താ കാട്ടി നമ്മള്? ആ ഡിക്കി കച്ചളി. അത് ഇമ്മ അങ്ങനെ തന്നെയാണ് പൊതിഞ്ഞെടുത്തല്. കുപ്പിയൊക്കെ പാടാൻ പൊതിഞ്ഞെടുത്തല്.
ഇതിലപ്പാ ഇതെന്താ അതൊക്കെ ഒഴിവായി കളി ഇവിടെ ഉണ്ടാ നമ്മളെ തൊടുവല്ലേ അതെന്തിനാണ് ഉമ്മ ഒഴിവാക്ക് ഞാൻ ഒഴിവാക്കണ സാധനം കഴിച്ച് ഞാൻ ഈ വണ്ടി വന്ന ആവശ്യമില്ലാത്ത കുറേ തുരുമ്പും കണ്ടോ ഇതൊക്കെ ഏറ്റാണ് പടച്ചോനെ ഞാനൊന്നും എടുത്തില്ല ഞാൻ ഒന്നും എടുത്തില്ല ആ ചവിട്ടിയും എല്ലാം പോവല്ലേ ഇതൊക്കെ എന്താ ക്യാമറ മോനെ വണ്ടി തിരിച്ചു നിർത്തുന്നിട്ട് നമുക്ക് കയറാം എന്നാ പിന്നെ ഇവിടുന്ന് കയറ്റി കയറി ചെരുപ്പ് വീട് കയറാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ 3 വെറുതെ ആവൂലേ കുഞ്ഞേ ഇവിടുന്ന് കയറ്റി അതിലങ്ങോട്ട് കയറ്റി ആ ചെടീൻ്റെ 2 ചെടിൻ്റെ കൂടി അടക്ക് മേൽപ്പെട്ട് നമ്മൾ ഇവിടുന്ന് കയറ്റുക എടാ എൻ്റെ ചെരുപ്പ് അവിടെ നിന്ന് എടുക്കണം കേട്ടോ ഞങ്ങൾ വീട്ടിൽ കയറാം ഇല്ലടാ ആ പുല്ല് കൂടെ പോകുമ്പോൾ ചളിയാവല്ലോ കുട്ടി ആണോ ആ എന്നാ പിന്നെ കയറല്ലേ ദൂരാണ് കയറി നോക്കാം അമ്മ അവിടെ നിന്ന് വെള്ളം പറഞ്ഞാ നീമ്മ ഇവിടെ വരി അനു അതിലെ കയറി കേട്ടോ ഇതിൽ തന്നെ മതി 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 ഇത് പറഞ്ഞാലേ അതിൻ്റെ ഉള്ളിൽ ആകെ നനവാവൂലേ ആയിക്കോട്ടെ അത് നല്ലത് ഇതെങ്ങനെയാ വളക്ക ഒറ്റ വളക്കിലും കിട്ടുമോ എടാ നീ ഡോർ അടച്ചാ പഠിച്ചോണേ സ്റ്റാർട്ടായി മതിയേ ആ കല്ലിയൊക്കെ ഇങ്ങോട്ട് ഇട്ടോ കുറച്ച് റൈസ് ആക്കട്ടെ വെള്ളത്തിലായതല്ലേ ഒടിച്ച് എങ്ങനെ കയറണം ഇങ്ങനെ ഇങ്ങോട്ട് ഒടിച്ച ആ ഒടിച്ച് കയറ്റണം ഇങ്ങനെ ആ ആ ഞാൻ പോട്ടെ ഒറ്റ പോക്കോ എനിക്ക് ഓട്ടാറില്ലല്ലോ ചക്കര കറങ്ങുണ്ടോ കറങ്ങ എടാ ഞാൻ പറയുമ്പോളേ ഇമ്മയും മമ്മിയെ രണ്ടാളും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തള്ളിട്ടോ അങ്ങോട്ട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നണേ വെയിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടൂലേ എന്നാ പിന്നെ അങ്ങനെ നോക്കാം എന്നാ ഇമ്മയും മമ്മി ഒന്ന് കേറായി വണ്ടി കയറാം ചെരുപ്പ് വീട് കയറിക്കളേ ഇപ്പുറത്ത് കൂടെ വരി അപ്പുറത്ത് കൂടെ കയറാൻ പറ്റൂല ഇത് മുട്ടുത്തിയൊക്കെ കേറുന്നപ്പോ പഠിച്ചോനെ ഉമ്മ ആ ഡോറൊന്ന് അടച്ചു കൊടുത്താ എങ്ങനെ അടക്കാൻ അറിയോ അതിനൊന്ന് അവിടെ പോയി അടച്ചു കൊടുത്താ ആവൂ എന്താ അടക്കല് അതന്നെ ഇത്രേ ഉള്ളൂ ഞാൻ എടുത്തു നോക്കലേടാ അത്ര ഉള്ളൂല്ലേ വെയിറ്റ് ഉണ്ടെങ്കിൽ കയറി പോകും വെയിറ്റ് ഉണ്ട് ആ ഒന്നുകൂടി ഓടിയാണ് കുഴപ്പമില്ല നമ്മൾ സുഖമായിട്ട് പോകും ആ ഞാൻ നിർത്തുവാൻ കയറ്റേ
യെസ് ഗൈസ്, നല്ല സമാധാനത്തിൽ ഇവിടെ എത്തിയില്ലേ? ആ എല്ലാം എടുത്തിക്കണം, എല്ലാം ഡിക്കിലിട്ടിട്ടില്ലേ? എന്തൊക്കെ കൊറേ പൊടിക്കും എന്താണ് ചെരുപ്പ് പൊടിക്കണം. കുഴപ്പമില്ല, ഇനിയിപ്പോ കുഴപ്പമില്ലാണ്ട് പോവാ. ഞാൻ വണ്ടി നിർത്തിയെടുക്കണേ മാല അയച്ചിട്ടാണ് മുകളിലത്തെ. ആ മിന്നാമിന്നില് വെട്ടാണെങ്കിലും അതന്നെ, അത് വെട്ടാൻ തന്നെ. അതന്നെ. എന്താണ് കാട്ടിന്? എങ്ങനെയമ്മ? അതെ, വണ്ടി എടുത്തോ? ഇനി നമ്മള് നേരെ പോയി നോക്കട്ടെ. ഇവിടുന്ന് എടുക്കലാണ് കുറച്ച് ചടങ്ങ്. ഇരിക്കാനൊരു സുഖം ഉണ്ടല്ലേ? കയറ്റം കയറാം. കുണ്ടണോ? എന്താ മഞ്ഞാട് കയറി പോയിക്കോളും. ഇനി നമ്മളങ്ങോട്ട് പോയിക്കോളും. എടാ ഇതൊരു കാര്യം ആലോചിക്കണം. വണ്ടിനെ പറ്റി ഒരു ABCD അറിയാത്തോലെ നമ്മള് കണ്ടാണ്. ആ വണ്ടിയാണ് കഴിച്ച് നമ്മള് ഈ ഒരു വഴി കൂടെ എടുക്കണത്. അത് മക്കളെ അവനാൻ്റെതായിട്ട് സ്വന്തം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാം. അത് അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ അടുത്ത് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ കഴിച്ച് ഏത് ഓട്ടാൻ അറിയാത്ത പൊട്ടന്മാരും ഓട്ടാൻ പഠിച്ചു. ഓട്ടാൻ പഠിച്ചു. ഞങ്ങൾ കണ്ടാവട്ടില്ല, ഇതിനെക്കാട്ടും വലുതൊന്നല്ലല്ലോ. ഇനി നമുക്ക് അരികിന് നിർത്തിയാൽ മതി കേട്ടോ. പതുക്കെ അവിടെ കൊണ്ടേ കുത്തല്ല കേട്ടോ. ആ നിർത്തിക്കണം നിർത്തിക്കണം. പോയിക്കോട്ടെ. ഒന്നും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹലോ അങ്ങനെ ഗൈസ് നമ്മൾ അതണ്ട് കഴിഞ്ഞുല്ലേ? എല്ലാ പണിയും കഴിഞ്ഞു. ഇനി എന്താ കാല് തോള് കൊളത്തി പോകേ? ചെരുപ്പോടെ? ചെരുപ്പൊക്കെ വണ്ടിയില്. നീ ചെരുപ്പിടാണ്ട് ഇറങ്ങിക്കളി മുറ്റത്തേക്ക്. നോക്കണ്ട, തുണി ഒന്നും പാടെ എടുക്കണേ. ഇവിടെ ഒന്നും പാടെ ചളി വെക്കണേ. ഇറങ്ങിയിട്ട് തുറക്കണം കേട്ടോ. അത് നമുക്ക് അവിടെ ചളി വെക്കണ തുണിയാണ് ഞാൻ ആദ്യം വെച്ചിനെ എടുത്തിനോ. കുഴപ്പമില്ല, ഇനിയിപ്പോ നാളെ പോയിട്ട് അങ്ങനെ എടുക്കാം. ഗ്ലാസിനൊക്കെ എന്തിനു തെളിച്ചറിയോ? ഇവിടെ നോക്കിയാ ആന്നില്ലേ? ഗ്ലാസ്സില്ലായിക്കൊന്നും അറിയില്ല ഇതില് വെക്കുമ്പോ. ഗൈസ് നിങ്ങളെ അഭിപ്രായം പറയട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വർക്കും നമ്മളെ ഹോട്ടലൊക്കെ അല്ലേ? അനു ഹോട്ടലിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളില്ലേ? നമുക്ക് ഇതിനിപ്പോ എന്താ വരുന്നത്? 19-ാം തീയതി 20-ാം തീയതിയോ? ആ ഇമ്മമാടി ഇരിക്കഞ്ഞിപ്പോ വരുന്നില്ലേ? എന്ത് ഞങ്ങൾ കേക്ക് വരികയാണ്. ഇല്ലേ പഠിച്ചിട്ടില്ല, എന്നാലും മുടിയുണ്ട്. സാധനം കൊണ്ടാ വന്നേക്കൂലേ? അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ് അല്ലേ? ഉമ്മ എല്ലാവരും എല്ലാവർക്കും അസ്സലാമലൈക്കും മക്കളെ. കൊഞ്ഞിട്ട് കണ്ട് ഗൈസ് അല്ലേ പറഞ്ഞു. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. നമുക്ക് നമ്മളെ വണ്ടി മൂച്ചനെ കത്തിയാണ് ആദ്യത്തെ താടി പറയുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം അല്ലേ അമ്മ? എല്ലാവർക്കും അസ്സലാമലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.